Today we are going to discuss about dehalogenation of vicinal dihalides. അപ്പോൾ vicinal dihalides എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൈഹാലോ കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഹാലജൻസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് കാർബൺ ആറ്റത്തിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ്സിന് ഡീഹാലജനേഷൻ നടക്കുമ്പം നമുക്ക് കിട്ടുന്നത് ആൽക്കീനാണ്. അപ്പോൾ ആൽക്കീൻ്റെ പ്രിപ്പറേഷനിൽ മൂന്നാമത്തതാണ് ഡീഹാലജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ്. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ്സിൽ നമ്മൾ സിങ്ക് ടെസ്റ്റും അതുപോലെ തന്നെ അസറ്റിക് ആസിഡോ എത്തനോൾ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആൽക്കീൻ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ സോഡിയം അയഡൈഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സിങ്ക് ടെസ്റ്റിന് പകരം സോഡിയം അയഡൈഡിൻ അസറ്റോൺ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ 2 എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. 2 എക്സാമ്പിൾസ് നോക്കുക. 1,2-ഡൈബ്രോമോ ഈഥേനും സിങ്ക് ഡസ്റ്റും അതുപോലെ തന്നെ അസറ്റിക് ആസിഡ്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈഥീനാണ്. ഓക്കെ, 1,2-ഡൈബ്രോമോ ഈഥേനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കാർബൺ ആറ്റത്തിലും ബ്രോമിൻ ആറ്റം ഉണ്ട് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1,2-ഡൈബ്രോമോ പ്രൊപ്പെയിൻ നോക്കുക. അതിലും 2 ബ്രോമിനാറ്റം ഉണ്ട് അഡ്ജസൻറ്റ് കാർബൺ ആറ്റത്തിൽ. അതിന് നമ്മൾ സിങ്ക് ഡസ്റ്റും അസറ്റിക് ആസിഡും വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ പ്രൊപ്പീനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ പറയുന്നത് മെക്കാനിസം ആണ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ഡീഹാലജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ്. അപ്പോൾ 1,2-ഡൈബ്രോമോ പ്രൊപ്പെയിന് എന്താണ്? E2 മെക്കാനിസം വഴിയാണ് അവിടെ വിസിനൽ ഹാലൈഡ്സ് അല്ലേ, വിസിനൽ ഹാലൈഡ്സ് പ്രൊപ്പീനായിട്ട് മാറുന്നത്, പ്രൊപ്പീൻ അല്ലെങ്കിൽ ആൽക്കീനായിട്ട് മാറുന്നത്. അപ്പോൾ 1,2-ഡൈബ്രോമോ പ്രൊപ്പീൻ നോക്കുക. അതിന് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നമുക്കറിയാം സിങ്ക് ബ്രോമിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനദർ ബ്രോമിന് കാർബൺ അഡ്ജസൻറ്റ് കാർബൺ ആറ്റത്തിലും അനദർ ബ്രോമിൻ ഉണ്ട്. അത് രണ്ടും കൂടെയാണ് അത് റിമൂവ് ചെയ്യപ്പെട്ട് അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. ഡബിൾ ബോണ്ട് ഫോം ചെയ്ത് നമുക്ക് പ്രൊപ്പീൻ കിട്ടും. ZnBr2 ആയിട്ട് അത് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിസിനൽ ഡൈഹാലൈഡ്സിൽ ഡീഹാലജനേഷൻ എങ്ങനെയാണ് നടക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. E2 പാത്വേ ആണ്. നമുക്കറിയാം സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് അല്ലേ. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ E2 റിയാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റീരിയോ സെലക്റ്റീവ് ആവുന്നതെന്ന് നമുക്ക് പഠിക്കാം. The stereochemistry of the alkene that is formed in E2 reaction is governed by the conformation that the starting material adopts to yield the transition state. In other words, E2 reaction is stereoselective. അപ്പോൾ 2 ടൈപ്പ് കൺഫർമേഷൻ നമുക്കറിയാം. ഏതൊക്കെയാണ്? സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആൻഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ നമ്മളെ സബ്സ്ട്രേറ്റ് ഇപ്പോൾ നമ്മൾ 1,2-ഡൈബ്രോമോ പ്രൊപ്പൈൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഇവിടെ നോക്കുക, സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. 2 ബ്രോമിനും അപ്പുറത്തും ഇപ്പുറത്തുമാണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഇതിനെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ കാർബൺ ഈ ബ്രോമിൻ രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ the removal of 2 groups from adjacent carbon atom in the E2 reaction takes place in the same step and thus it is concerted reaction. A new pi bond between the 2 carbon in the alkene product should result from overlapping p orbitals. Suitable orbitals should overlap in transition state 2. അപ്പോൾ നമ്മൾ പി ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് കൊണ്ടാണ് നമ്മളവിടെ പൈ ബോണ്ട്, ന്യൂ പൈ ബോണ്ട്, ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ആൽക്കീനിൽ ഡബിൾ ബോണ്ട് വരുമ്പോഴാണല്ലോ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ന്യൂ പൈ ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത് ആൽക്കീനിൽ. അത് പി ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ പി ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലും വരുന്നുണ്ട് അല്ലേ. നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെയാണ് E2 മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 കാർബൺ ആറ്റം പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരേ സെയിം പ്ലെയിനിലായിരിക്കും ഈ 2 കാർബൺ ആറ്റം നിൽക്കുന്നത്, അഡ്ജസൻറ്റ് കാർബൺ ആറ്റം നിൽക്കുന്നത് സെയിം പ്ലെയിനിലാണ്. അതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാം? പെരി പ്ലാനാർ എന്ന് പറയാം. പെരി പ്ലാനാർ. അപ്പോൾ അതിൽ 180 ഡിഗ്രി സെപ്പറേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 കൺഫർമേഷൻ പറഞ്ഞു, സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ്. അതിന് നമുക്ക് വേറൊരു പേര് പറയാം, ആൻറ്റി ആൻഡ് സിൻ അല്ലേ. ആൻറ്റി പെരിപ്ലാനാർ ആൻഡ് സിൻ പെരിപ്ലാനാർ. സിൻ പെരിപ്ലാനാർ ആണെങ്കിൽ എന്താണ്? ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. അതുപോലെ ആൻറ്റി പെരിപ്ലാനാർ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ എക്സും വൈയും ഒരേ പാരലലായിട്ട് വന്നാൽ ഒരേ സൈഡിലാണ്. ഇവിടെ എക്സും വൈയും ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓക്കെ, ഈ എക്സും വൈ ആണ് എന്ത്? നമ്മുടെ ഹാലൈഡ്സ്.
അപ്പോൾ ബ്രോമിൻ ആണെങ്കിൽ 2 ബ്രോമിനും ഒരേ സൈഡിലാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇവിടെ സിൻ പെരിപ്ലാനാർ എന്ന് പറയാം. അതുപോലെ തന്നെ XY 2 ബ്രോമിൻ അല്ലേ, 2 ബ്രോമിനോ അല്ലെങ്കിൽ 2 അയഡിനോ ഏതായാലും പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് പറയാം, ആൻറ്റി പെരിപ്ലാനാർ. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം നമ്മുടെ E2 മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത്, എലിമിനേഷൻ റിയാക്ഷൻ റിമൂവ്ഡ് ഫ്രം ദി സെയിം സൈഡ് ആണെങ്കിൽ നമുക്കതിനെ പറയാം സിൻ എലിമിനേഷൻ. അപ്പോൾ സെയിം സൈഡിൽ നിന്നാണ് 2 ബ്രോമിനാറ്റോ അല്ലെങ്കിൽ 2 ഹാലൈഡ് അയോൺ അല്ലെങ്കിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഇവിടെ റിമൂവ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ സിൻ എലിമിനേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ 2 ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇവിടെ എലിമിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ആൻറ്റി എലിമിനേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് E2 മെക്കാനിസം ഫേവർ ചെയ്യുന്നത്, ആൻറ്റി ആണോ സിൻ ആണോ നോക്കാം. അപ്പോൾ നമ്മുടെ ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് ഫേവേർഡ് വെൻ 2 ലിവിങ് ഗ്രൂപ്പ്സ് ആർ ആൻറ്റി ടു ഈച്ച് അതർ. അപ്പോൾ E2 മെക്കാനിസം ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ അത് ഫേവർ ചെയ്യുന്നത് എന്തിനാണ്, 2 ലിവിങ് ഗ്രൂപ്പും 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ റിയാക്ഷനാണ്. അതാണ് ആൻറ്റി അല്ലേ, 2 സബ്സ്റ്റിറ്റ്യൂവൻസും 2 ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ആൻറ്റി എലിമിനേഷൻ എന്ന് പറയാം. ആ ആൻറ്റി എലിമിനേഷനാണ് E2 മെക്കാനിസം ഫേവർ ചെയ്യുന്നത്. This is because the transition state formed from such conformation in which the 2 living groups are staggered with respect to each other is more stable than the formed from conformation in which 2 groups are eclipsed. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന കൺഫർമേഷൻ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്, രണ്ടും ഓപ്പോസിറ്റ് സൈഡിലുള്ള കൺഫർമേഷനാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി എലിമിനേഷനിലാണ് നമ്മൾ എന്ത് വരുന്നത്, ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റി എലിമിനേഷനാണ് E2 മെക്കാനിസം ഫേവർ ചെയ്യുന്നത്. സിൻ എലിമിനേഷനിൽ എന്താണ്, അതിൻ്റെ എനർജി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവാണ് ഈ സിൻ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഫേവർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റിപ്പൾഷൻ. നമുക്കറിയാം 2 ടൈപ്പ് ഡിപ്പാർട്ടിംഗ് അയോൺ അല്ലെ, ലിവിങ് ഗ്രൂപ്പും ഇലക്ട്രോൺ റിച്ച് ലിവിങ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇലക്ട്രോൺ റിച്ച് റിയേജന്റും വന്നിട്ടാണ് അവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിപ്പൾഷൻ വരും അല്ലെ, 2 ഒരേ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് കൂടുതൽ റിപ്പൾഷന് കാരണമാവും. അപ്പോൾ ആ റിപ്പൾഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി എലിമിനേഷൻ ഫേവർ ചെയ്യുന്നത്. ആൻറ്റി എന്ന് പറയുമ്പോൾ 2 ഓപ്പോസിറ്റ് സൈഡാണ്, അപ്പോൾ അവിടെ റിപ്പൾഷൻ മിനിമൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോവർ എനർജി ആവും, അത് മോർ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് തന്നെ E2 മെക്കാനിസം ഫേവർ ചെയ്യുന്നത് ആൻറ്റി എലിമിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡീഹാലജനേഷൻ ഓഫ് റിയാക്ഷൻ മിസിനൽ ഡൈഹാലൈഡ് നോക്കാം. അപ്പോൾ സിങ്ക് ഡസ്റ്റും എഥനോളും വെച്ചിട്ട് നമ്മൾ ആ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യും. അപ്പോൾ E2 മെക്കാനിസം നടന്നിട്ട് നമുക്ക് ആൻറ്റി എലിമിനേഷൻ ആണ് നടക്കുന്നത്. അവിടെ ആൻറ്റി എലിമിനേഷൻ നടന്നിട്ട് ആൽക്കീൻ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് കാണുന്നത്. E2 ഡീബ്രോമിനേഷൻ ഓഫ് മീസോ 2,3 ഡൈബ്രോമോ ബ്യൂട്ടേൻ. അപ്പോൾ 2,3 ഡൈബ്രോമോ ബ്യൂട്ടേൻ നോക്കാം, മീസോ 2,3 ഡൈബ്രോമോ ബ്യൂട്ടേൻ. അപ്പോൾ അത് ആൻറ്റി പെരിപ്ലാനാറിലാണ് അല്ലേ, ഒരു ബ്രോമിന് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മറ്റൊരു ബ്രോമിൻ. അപ്പോൾ അത് ആൻറ്റി പെരിപ്ലാനാർ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതിൽ I- വന്നിട്ട് ബ്രോമിനെ ഈ സൈഡിൽ നിന്നും മറ്റൊരു ബ്രോമിനെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ട് നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ബ്യൂട്ട് 2ഈൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ട് ട്രാൻസ്ബ്യൂട്ട് 2ഈനാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ സോഡിയം അയോഡൈഡ് അസറ്റോൺ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ ആൻറ്റി എലിമിനേഷൻ നടന്നിട്ട് എന്താണ് കിട്ടുന്നത്, നമ്മുടെ ആൽക്കീൻ കിട്ടുന്നു. അപ്പോൾ ഇത് ഒരു സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ ആണ്, ആൻറ്റി എലിമിനേഷൻ ആണ് ഇവിടെ ഫേവർ ചെയ്യുന്നത്. ഓക്കെ.